ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ഗോവയിൽ വെച്ച് നടന്ന ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി 3 സ്വർണ്ണ മെഡലുകളും 1 വെള്ളി മെഡലും നേടി തിളങ്ങുന്ന താരങ്ങളായി ഒറ്റപ്പാലം സ്വദേശിനികളായ വനിതകൾ. ചോറൂട്ടൂർ സ്വദേശിനി PG സുമിത 2 സ്വർണങ്ങളും, വാണിയംകുളം സ്വദേശിനി PV അനാമിക 1 സ്വർണവും, ചോറൂട്ടൂർ സ്വദേശിനി M ശ്രുതി 1 വെള്ളിയുമാണ് കരസ്ഥമാക്കിയത്. വനിതകളുടെ റിംഗ് ഫൈറ്റ്, മ്യൂസിക്കൽ ഫോം, കിക്ക് ലൈറ്റ് എന്നീ ഇനങ്ങളിലാണ് 4-അംഗ സംഘം കേരളത്തിനായി കളത്തിലിറങ്ങിയത്. 28-കാരിയായ സുമിതയുടെ കീഴിൽ പരിശീലിച്ചവരാണ് ശ്രുതിയും അനാമികയും. ഇവർക്കൊപ്പം മുഹമ്മദ് റയാനാണ് കിക്ക് ലൈറ്റ് ഇനത്തിൽ മത്സരിച്ചത്. കരാട്ടയിലും ബോക്സിംഗിലും കിക്ക് ബോക്സിംഗിലുമെല്ലാം പയറ്റി തെളിഞ്ഞ സുമിത കഴിഞ്ഞ വർഷമാണ് ദേശീയ മത്സരത്തിൽ കന്നിയംഗത്തിനിറങ്ങിയത്. ആ മത്സരത്തിൽ 2 മെഡലുകൾ നേടിയ സുമിത ഇത്തവണ ശിഷ്യരെ കൂടി ദേശീയ വേദിയിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു. ദേശീയ മത്സരത്തിലെ നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് സുമിതയും സംഘവും പറഞ്ഞു. ഈ ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി മെഡലുകളും അംഗീകാരങ്ങളുമാണ് പരിശീലകയായ സുമിത നേടിയെടുത്തിട്ടുള്ളത്. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഗോവയിൽ ക്യാമ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിഞ്ച വാരിയേഴ്സ് മാർഷൽ ആർട്സ് ക്ലബ്ബ് 4 മെഡലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 3 ഗോൾഡും 1 സിൽവറും. അതിൽ ഞങ്ങൾ 4 പേര് പങ്കെടുത്തിരുന്നു. അതിൽ എനിക്ക് വന്നിട്ട് 2 ഗോൾഡ് ഉണ്ട്. മ്യൂസിക്കൽ ഫോം, റിംഗ് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള K1 ഈവെൻറ്റിൽ. K1 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും ടഫായിട്ടുള്ള ഈവെൻ്റാണ് നമ്മൾ വാഴക്കോട് ചാമ്പ്യൻഷിപ്പിൽ തന്നെ. അപ്പോൾ അതിലും ഗോൾഡ് ഉണ്ട്, മ്യൂസിക്കൽ ഫോമിലുണ്ട്. പിന്നെ എൻ്റെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അനാമിക, വാണിയംകുളത്തുള്ള കുട്ടിയാണ് അനാമിക, അവൾക്കൊരു ഗോൾഡ് ഉണ്ട്. അത് കിക്ക് ലൈറ്റ് വിഭാഗത്തിൽ. പിന്നെ അതിൻ്റെ കിക്ക് ലൈറ്റിൽ തന്നെ -40 കിലോയിൽ വന്നിട്ട് ശ്രുതി M-ന് 1 സിൽവർ ഉണ്ട്. പിന്നെ മുഹമ്മദ് റയാൻ ഒറ്റപ്പാലത്തുള്ള കുട്ടിയാണ്, അവന് വന്നിട്ട് 5th പ്ലേസ് ആണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഞാൻ നാഷണൽസ് കളിച്ചിരുന്നു, ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടായിരുന്നു. വാക്കോടെ തന്നെ നാഷണൽ ചാമ്പ്യൻഷിപ്പ്. അതിൽ വന്നിട്ട് 1 ഗോൾഡും 1 സിൽവറുമാണ് ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.